നമസ്കാരം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ദിനംപ്രതി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിൻ്റെ US സന്ദർശനം. ആഗോളതലത്തിൽ തന്ത്രപ്രധാനമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിലും ഈ സന്ദർശനം വലിയ പങ്കാണ് വഹിക്കുന്നത്. നെവാഡയിലെ നെല്ലിസ് വ്യോമതാവളത്തിൽ വെച്ച് അമേരിക്കയുടെ അത്യാധുനിക പോർവിമാനമായ ബോയിങ് F-50EX ഈഗിൾ 2-ൽ വ്യോമസേനാ മേധാവി നടത്തിയ യാത്ര ഇന്ത്യയുടെയും അമേരിക്കയുടെയും വ്യോമസേനകൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന വിശ്വാസത്തിൻ്റെയും സാങ്കേതിക കൈമാറ്റത്തിൻ്റെയും പ്രതീകമായി മാറുകയാണ്. ഏപ്രിൽ 9 നെല്ലിസ് വ്യോമതാവളത്തിൽ വെച്ചാണ് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് F-50EX ഈഗിൾ 2 പോർവിമാനത്തിൽ ഫെമിലിയറൈസേഷൻ ഫ്ലൈറ്റ് നടത്തിയത്. US എയർഫോഴ്സിൻ്റെ 85ാമത്തെ ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ സ്ക്വാഡ്രണിലെ പൈലറ്റായ മേജർ മാത്യു ബെൻസണിനോടൊപ്പമായിരുന്നു ഈ ചരിത്രപരമായ പറക്കൽ. ഈ യാത്ര കേവലം ഒരു പരിശീലന പറക്കൽ എന്നതിലുപരി അമേരിക്കയുടെ ഏറ്റവും പുതിയതും ശക്തവുമായ പോർവിമാനത്തിൻ്റെ സാങ്കേതിക ശേഷിയെ നേരിട്ട് മനസ്സിലാക്കാനുള്ള അവസരമായിരുന്നു. അമേരിക്കയുടെ വ്യോമശക്തിയുടെ നട്ടെല്ലായ ഈ വിമാനം ഇന്തോ പസഫിക് മേഖലയിൽ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ആധുനിക വ്യോമ യുദ്ധത്തിലെ വെല്ലുവിളികളെ നേരിടാൻ സജ്ജമായ ഈ വിമാനത്തിൻ്റെ കഴിവുകൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതിലൂടെ ഇന്ത്യൻ വ്യോമസേനയുടെ ആധുനികവൽക്കരണ പ്രക്രിയയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകുവാൻ ഈ സന്ദർശനത്തിന് തീർച്ചയായും സാധിക്കും. ഈഗിൾ 2 എന്നറിയപ്പെടുന്ന F-50EX വിമാനം സാങ്കേതിക വിദ്യയുടെ അത്ഭുതമാണ്. മാക് 2.5 വരെ വേഗതയിൽ പറക്കാൻ ശേഷിയുള്ള ഈ വിമാനത്തിന് ഏകദേശം 50,000 അടി ഉയരത്തിൽ വരെ പ്രവർത്തന നിരതമാകാൻ സാധിക്കും. ഒരേ സമയം 29,500 പൗണ്ടിലധികം ഭാരം വഹിക്കുവാൻ ശേഷിയും 20,000 മണിക്കൂറിലധികം സേവന കാലാവധിയും ഇതിനുണ്ട്. ഡിജിറ്റൽ ഫ്ലൈ ബൈ വയർ കൺട്രോൾ സംവിധാനം, അത്യാധുനിക മിഷൻ സിസ്റ്റങ്ങൾ, ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ, ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്നിവ ഈ വിമാനത്തിനുണ്ട്. ഇതിനു പുറമെ ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഉൾപ്പെടെ 12ഓളം മിസൈലുകൾ വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. ഇത് ദൂരസ്ഥലങ്ങളിൽ വെച്ച് പോലും കൃത്യമായ ആക്രമണം നടത്താൻ ഈ വിമാനത്തെ പ്രാപ്തമാക്കുന്നു. ഇത്തരം സാങ്കേതിക സവിശേഷതകൾ മനസ്സിലാക്കിയത് ഭാവിയിൽ ഇന്ത്യയുടെ പ്രതിരോധ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നെല്ലിസ് സന്ദർശനത്തിന് ശേഷം ഏപ്രിൽ 10 പെൻറ്റഗണിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചകൾ പ്രതിരോധ ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. US എയർഫോഴ്സ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ കെൻ വിൽസ്ബാക്ക്, സെക്രട്ടറി ഓഫ് ദി എയർഫോഴ്സ് ട്രോയ് മിങ്ക് എന്നിവരുമായി എയർ ചീഫ് മാർഷൽ സിംഗ് നടത്തിയ ചർച്ചകൾ വളരെ നിർണായകമായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതിനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പങ്കുവയ്ക്കുന്നതിനും ഈ കൂടിക്കാഴ്ചകൾ വഴിയൊരുക്കി. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുവാൻ ഇന്ത്യയുടെയും അമേരിക്കയുടെയും പങ്കാളിത്തം എത്രത്തോളം അനിവാര്യമാണെന്ന് പെൻറ്റഗൺ ഉന്നതർ എടുത്തു പറഞ്ഞു. ഇന്ത്യയുടെ നേതൃത്വത്തെയും സൈനിക ശേഷിയെയും ജനറൽ വിൽസ്ബാക്ക് അഭിനന്ദിക്കുകയും ചെയ്തു. കൂടാതെ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന MQ-9B സ്കൈ ഗാർഡിയൻ ഡ്രോണുകളെക്കുറിച്ചുള്ള ചർച്ചകളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഈ ഡ്രോണുകൾ ഇന്ത്യൻ സായുധ സേനയ്ക്ക് കൈമാറുന്നതോടെ ഇന്ത്യയുടെ നിരീക്ഷണ ശേഷിയിൽ വലിയ വർധനവുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ കാര്യക്ഷമമായി ഉപയോഗിക്കുവാൻ ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കുവാൻ അമേരിക്ക സന്നദ്ധമാണെന്നും ചർച്ചകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിരോധ വ്യവസായ രംഗത്ത് പരസ്പരം സഹകരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത് സാമ്പത്തികമായും സൈനികമായും വലിയ നേട്ടങ്ങൾ ഇരുവർക്കും നൽകും. എയർ ചീഫ് മാർഷൽ AP സിംഗിൻ്റെ ഈ അമേരിക്കൻ സന്ദർശനം കേവലം ഒരു ഔദ്യോഗിക യാത്ര എന്നതിലുപരി ഇന്ത്യയുടെയും അമേരിക്കയുടെയും തന്ത്രപ്രധാനമായ സൗഹൃദത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്കുള്ള വാതിലുകളാണ് തുറന്നിട്ടിരിക്കുന്നത്. ആധുനിക യുദ്ധതന്ത്രങ്ങൾ, അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ, പങ്കിട്ട സുരക്ഷാ കാഴ്ചപ്പാടുകൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും കൈകോർക്കുമ്പോൾ അത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലും ഇന്തോ പസഫിക് മേഖലയിലും സമാധാനത്തിൻ്റെ ഒരു പുതിയ സന്ദേശമാണ് നൽകുന്നത്. ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് ഇത്തരം സന്ദർശനങ്ങൾ. സാങ്കേതിക വിദ്യയിലും തന്ത്രങ്ങളിലും പരസ്പരം വിശ്വസിച്ചും സഹകരിച്ചും മുന്നേറാനുള്ള ഇരു രാജ്യങ്ങളുടെയും തീരുമാനം വരും വർഷങ്ങളിൽ ഏഷ്യയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നതിൽ തർക്കമൊന്നുമില്ല. ഈ സന്ദർശനം ഇന്ത്യയുടെ ഭാവിയിലെ പ്രതിരോധ ആയുധ സംഭരണത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നും അത് അത്യാധുനിക ആയുധങ്ങൾ ഇന്ത്യ വാങ്ങുന്നതിലേക്ക് നയിക്കുമോ എന്നും ഉള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. എന്നാൽ ഇത് കേവലം ആയുധങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ഒരു കരാർ സന്ദർശനമായി മാത്രം കാണാൻ കഴിയില്ല. മറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ഒരു വലിയ ചിത്രത്തിൻ്റെ ഭാഗമായാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഉയർന്ന തലത്തിലുള്ള സന്ദർശനങ്ങൾ വരും കാലങ്ങളിൽ
വലിയ പ്രതിരോധ കരാറുകളിലേക്കും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിലേക്കും നയിക്കുമെന്നതിൽ തർക്കമില്ല. എന്നിരുന്നാലും ഇന്ത്യയുടെ ഇന്നത്തെ പ്രതിരോധ നയം പഴയതുപോലെ കേവലം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുക എന്നതിൽ മാത്രമായി പരിമിതപ്പെടുന്നില്ല. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഇന്ത്യ ഇപ്പോൾ ആയുധങ്ങൾ വാങ്ങുമ്പോൾ അതിനോടൊപ്പം സാങ്കേതിക വിദ്യ കൈമാറ്റം, സഹനിർമ്മാണം, തദ്ദേശീയമായ ഉൽപ്പാദനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നുണ്ട്. അമേരിക്കൻ പ്രതിരോധ മേധാവികളുമായുള്ള എയർ ചീഫ് മാർഷലിൻ്റെ ചർച്ചകളിൽ ഈ വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ടാകുമെന്നത് ഉറപ്പായ കാര്യമാണ്. നേരത്തെ അമേരിക്കൻ നിർമ്മിത ജെറ്റ് എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാർ ഇതിനൊരു മികച്ച മാതൃകയാണ്. ഭാവിയിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ വിമാനങ്ങൾ ഇന്ത്യയിൽ വെച്ച് തന്നെ നിർമ്മിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ചായിരിക്കും ഇന്ത്യ കൂടുതൽ ചർച്ച നടത്തുക. അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുന്നതിലേക്ക് ഈ സന്ദർശനം നയിക്കുമോ എന്നതിനപ്പുറം ഈ ആയുധങ്ങൾ ഇന്ത്യയുടെ സൈനിക ആവശ്യങ്ങളുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്നതാണ് പ്രധാനം. F-50EX ഈഗിൾ 2 പോലെയുള്ള പോർവിമാനങ്ങൾ അങ്ങേയറ്റം അത്യാധുനികമാണ്. എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾ ഒരേ സമയം വൈവിധ്യമാർന്നതും സങ്കീർണവുമാണ്. റഷ്യൻ നിർമ്മിത വിമാനങ്ങളും ഫ്രഞ്ച് നിർമ്മിത റാഫേൽ പോലെയുള്ള വിമാനങ്ങളും ഇതിനകം തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗവുമാണ്. ഇത്തരം വ്യത്യസ്തമായ സംവിധാനങ്ങളെ ഒന്നിപ്പിച്ച് പ്രവർത്തിപ്പിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതിനാൽ പുതിയ ആയുധങ്ങൾ വാങ്ങുമ്പോൾ അവ ഇന്ത്യയുടെ നിലവിലുള്ള സംവിധാനങ്ങളുമായി എങ്ങനെ യോജിച്ചു പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അമേരിക്കയുമായുള്ള പ്രതിരോധ സഹകരണത്തിൽ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യവും ഇതുതന്നെയാണ്. സംയുക്ത സൈനിക അഭ്യാസങ്ങളിലൂടെയും പരസ്പരമുള്ള ആശയവിനിമയത്തിലൂടെയും ഇരു രാജ്യങ്ങളും തങ്ങളുടെ സംവിധാനങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുവാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ ഈ പ്രതിരോധ സഹകരണത്തിൽ വലിയ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ മേഖലയിൽ ചൈനയുടെ കടന്നുകയറ്റം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ അനിവാര്യമായി തീർന്നിരിക്കണം. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇന്ത്യയെ കാണുന്നത് ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ മാത്രമായിരിക്കില്ല, മറിച്ച് ഒരു സുപ്രധാനമായ തന്ത്രപരമായ പങ്കാളി എന്ന നിലയിലാണ്. ഈ പങ്കാളിത്തം ശക്തമാക്കുവാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുമുണ്ട്. അതിനായി അവർ ഇന്ത്യക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൈമാറുവാൻ സന്നദ്ധമാണ്. ഡ്രോൺ സാങ്കേതിക വിദ്യയിലുള്ള സഹകരണം ഇതിനൊരു തുടക്കം മാത്രമാണ്. ഭാവിയിൽ വ്യോമസേനയ്ക്ക് ആവശ്യമായ വലിയ വിമാനങ്ങളോ മറ്റ് യുദ്ധോപകരണങ്ങളോ വാങ്ങുകയാണെങ്കിൽ അത് അമേരിക്കയിൽ നിന്ന് തന്നെയാകാൻ വലിയ സാധ്യതയുണ്ട്. എന്നാൽ അത് ഇന്ത്യയുടെ സ്വന്തം പ്രതിരോധ വ്യവസായത്തിന് കൂടി നേട്ടമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പങ്കാളിത്ത കരാർ ആയിരിക്കുമെന്നതിൽ സംശയമില്ല. അതേസമയം അമേരിക്കൻ ആയുധങ്ങളിലേക്ക് മാത്രം ഇന്ത്യ പൂർണ്ണമായും മാറുമെന്നും കരുതാൻ വയ്യ. ഇന്ത്യയുടെ പ്രതിരോധ നയം എന്നും സന്തുലിതമായ ഒന്നാണ്. റഷ്യയുമായുള്ള ദശാബ്ദങ്ങളായുള്ള പ്രതിരോധ ബന്ധം ഇപ്പോഴും ശക്തമാണ്. എങ്കിലും ആഗോളതലത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യകളും യുദ്ധതന്ത്രങ്ങളും കണക്കിലെടുക്കുമ്പോൾ അമേരിക്കൻ സംവിധാനങ്ങളോടുള്ള ആഭിമുഖ്യം ഇന്ത്യ കാണിക്കുന്നുണ്ട്. എയർ ചീഫ് മാർഷലിൻ്റെ സന്ദർശനം ആ ദിശയിലേക്കുള്ള ഒരു ചെറിയ ചുവടുവെപ്പ് കൂടിയാണ്. അദ്ദേഹം അമേരിക്കൻ പോർവിമാനത്തിൽ പറന്നു എന്നത് കേവലം ഒരു സന്തോഷകരമായ സന്ദർശനമല്ല, മറിച്ച് ആ വിമാനത്തിൻ്റെ പ്രവർത്തനശേഷി നേരിട്ട് വിലയിരുത്താനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു താല്പര്യം കൂടിയാണ്. ഇത്തരത്തിൽ വിലയിരുത്തലുകൾക്ക് ശേഷമായിരിക്കും ഇന്ത്യ വലിയ ആയുധ ഇടപാടുകൾക്ക് തയ്യാറെടുക്കുക. ചുരുക്കത്തിൽ ഈ സന്ദർശനം ഒരു തുടക്കം മാത്രമാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ഇന്ന് ഒരു ഉന്നത തലത്തിലെത്തിയിരിക്കുന്നു. വലിയ തോതിലുള്ള ആയുധങ്ങൾ വാങ്ങുന്നതിലേക്ക് ഈ സന്ദർശനം നയിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അതൊരു സാധാരണ വാണിജ്യ ഇടപാടായിരിക്കില്ല. പകരം അത് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും സംയുക്ത ഗവേഷണവും ഉൾപ്പെടുന്ന ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ വ്യവസായങ്ങളെയും സൈന്യത്തെയും കൂടുതൽ അടുപ്പിക്കുന്ന ഒന്നായിരിക്കും. ഭാവിയിൽ ഇന്ത്യയുടെ ആകാശ സുരക്ഷയ്ക്ക് അമേരിക്കൻ സാങ്കേതിക വിദ്യകൾ കൂടുതൽ വലിയ പങ്ക് വഹിക്കുമെന്നത് ഈ സന്ദർശനം നൽകുന്ന സൂചനകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ആഗോള രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇന്ത്യയുടെ ആയുധപ്പുരകളിൽ അമേരിക്കൻ ആയുധങ്ങളുടെ എണ്ണം വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സംഭവ വികാസങ്ങൾ പാകിസ്ഥാനെയും ചൈനയും സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവകരമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. പസഫിക് മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സ്വാധീനത്തെ നേരിടാനും ദക്ഷിണേഷ്യയിൽ പാകിസ്ഥാൻ്റെ നീക്കങ്ങളെ പ്രതിരോധിക്കുവാനും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ പ്രതിരോധ തന്ത്രപരമായ കൂട്ടുകൾ വലിയൊരു മുതൽക്കൂട്ടായി മാറുമെന്നതിൽ സംശയമില്ല. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഈ പുതിയ അടുത്തുനിൽപ്പ് പുതിയൊരു തന്ത്രപരമായ തിരിച്ചടിയാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിക്കുന്നത് വലിയൊരു ഭീഷണിയാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ, അത്യാധുനിക പോർവിമാനങ്ങൾ, വിവരവിനിമയ സംവിധാനങ്ങൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും കൈകോർക്കുമ്പോൾ അത് ചൈനയുടെ നാവിക വ്യോമ സേനാ തന്ത്രങ്ങളെ ദുർബലപ്പെടുത്തും. പ്രത്യേകിച്ചും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഹിമാലയൻ അതിർത്തികളിലും ചൈനയുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ പ്രതിരോധിക്കുവാനും അമേരിക്കൻ സാങ്കേതിക വിദ്യ ഇന്ത്യയെ കൂടുതൽ പ്രാപ്തമാക്കും. F-50EX പോലെയുള്ള വിമാനങ്ങൾ ഉപയോഗിക്കുവാൻ ഇന്ത്യൻ വ്യോമസേന പഠിക്കുന്നത് ഭാവിയിൽ ചൈനീസ് വ്യോമസേനയ്ക്ക് ഇന്ത്യയുടെ അതിർത്തികളിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുവാൻ വലിയ പ്രയാസമുണ്ടാക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. പാകിസ്ഥാൻ്റെ കാര്യമെടുത്താൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാണ്. ഇന്ത്യയുടെ സൈനിക ആയുധവൽക്കരണത്തിൻ്റെ വേഗത പാകിസ്ഥാൻ്റെ സൈനിക ചിന്തകളെ പാടെ തകിടം മറിക്കുന്നുണ്ട്. വർഷങ്ങളായി ഇന്ത്യയുടെ സൈനിക ശേഷിയുമായി
മത്സരിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് അമേരിക്കയുമായി നേരിട്ട് സഹകരിച്ചുകൊണ്ട് ഇന്ത്യ നടത്തുന്ന ഈ കുതിച്ചുചാട്ടം വലിയൊരു അന്തരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പഴയ സോവിയറ്റ് രീതിയിലുള്ള ആയുധശേഖരങ്ങളിൽ നിന്ന് മാറി അമേരിക്കൻ സാങ്കേതിക വിദ്യയിലേക്കും നാറ്റോ നിലവാരത്തിലേക്കുള്ള യുദ്ധതന്ത്രങ്ങളിലേക്കും ഇന്ത്യൻ സേന മാറുമ്പോൾ പാകിസ്ഥാന് അത് നേരിടുക എന്നത് അസാധ്യമായി മാറും. ഇന്ത്യ അമേരിക്ക ബന്ധം ദൃഢമാകുമ്പോൾ പാകിസ്ഥാൻ്റെ പരമ്പരാഗത ചങ്ങാതിമാർക്ക് പോലും അവരെ വേണ്ടാത്ത സാഹചര്യമാണ് സംജാതമാക്കുന്നത്. സൈനികമായി വലിയൊരു വിടവ് രൂപപ്പെടുന്നത് പാകിസ്ഥാൻ്റെ ആക്രമണാത്മക മനോഭാവത്തെ കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒന്നായി മാറ്റും. ഈ രാജ്യങ്ങളുടെയും സഹകരണം പ്രതിരോധം എന്ന ആശയത്തിൽ അധിഷ്ഠിതമാണ്. ചൈനയോ പാകിസ്ഥാനോ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അവിവേകപരമായ നീക്കങ്ങൾക്ക് മുതിർന്നാൽ അതിന് ലഭിക്കുന്ന തിരിച്ചടി പ്രവചനാതീതമായിരിക്കും എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഈ സൗഹൃദം സഹായിക്കും. സംയുക്ത സൈനിക അഭ്യാസങ്ങളും വിവരങ്ങൾ കൈമാറലും വഴി ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഓരോ ചലനവും നിരീക്ഷിക്കുവാൻ ഇന്ത്യക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. ഇത് ശത്രു രാജ്യങ്ങളുടെ ഒളിഞ്ഞിരുന്നുള്ള ആക്രമണങ്ങളെ ഫലപ്രദമായി തടയുന്നു. സൈനിക തലത്തിൽ മാത്രമല്ല, നയതന്ത്ര തലത്തിലും ഈ സന്ദർശനം ഇന്ത്യയുടെ നില ഭദ്രമാക്കുന്നു. ഒരു ആഗോള ശക്തി എന്ന നിലയിൽ അമേരിക്ക ഇന്ത്യയെ വിശ്വാസത്തിലെടുക്കുന്നു എന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മേഖലയിലെ സ്വാധീനം കുറയുന്നതിൻ്റെ വ്യക്തമായ ലക്ഷണമാണ്. ചുരുക്കത്തിൽ എയർ ചീഫ് മാർഷലിൻ്റെ ഈ സന്ദർശനം ചൈനയുടെയും പാകിസ്ഥാൻ്റെയും പ്രതിരോധ ശക്തികളെ പുനർവിചിന്തനം ചെയ്യാൻ നിർബന്ധിതരാക്കുന്ന ഒന്നാണ്. ആയുധങ്ങൾ വാങ്ങുന്നതിനപ്പുറം ആഗോള ശക്തികളുടെ സഖ്യത്തിൽ ഇന്ത്യ ഒരു സുപ്രധാന കണ്ണിയായി മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എങ്കിലും അതിനുള്ള ഏറ്റവും നല്ല വഴി ശക്തമായ പ്രതിരോധം തന്നെയാണ്. ചൈനയും പാകിസ്ഥാനും തങ്ങളുടെ ഭൂപടങ്ങളിൽ ഈ പുതിയ മാറ്റങ്ങൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഇന്ത്യയുടെ വാനോളമുയർന്ന സൈനിക ശേഷി ഇന്ന് അവഗണിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത്യാധുനിക സാങ്കേതിക വിദ്യയും തന്ത്രപരമായ സഖ്യങ്ങളും ചേരുമ്പോൾ അത് ഈ മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെ ഇന്ത്യക്ക് അനുകൂലമാക്കി പൂർണ്ണമായും മാറ്റിമറിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.